ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഒരു വാചകത്തിൽ അവതരിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാമല്ലോ. ലോകരാജ്യങ്ങളുടെ സ്ഥിരാകേന്ദ്രവും രാജവാഴ്ചകളിലെ പേടി സ്വപ്നവും ചക്രവർത്തി സിംഹാസനത്തിന്റെ ഇരിപ്പിടവുമായിട്ടുള്ള ലൗകിക ജ്ഞാനമുള്ള റോമയില് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നതിൽ അതീവ തൽപരതയോടെ, തികഞ്ഞ ആത്മാഭിമാനത്തോടെ നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം എന്ന വാക്യം അന്വർത്ഥമാക്കും വണ്ണം ധന്യനായ പൗലോസ് റോമയിലുള്ള വിശുദ്ധന്മാരെ എഴുതി അറിയിക്കുന്ന ഭാഗമാണ് നാം കണ്ടത്. അതിപ്രകാരമായിരുന്നു: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നും, അതിൻ്റെ കാരണം സുവിശേഷം ദൈവശക്തിയാണെന്നും, അതിൻ്റെ കാരണം ദൈവശക്തി ആകുവാനുള്ള കാരണം ദൈവനീതി അതിനകത്ത് വെളിപ്പെട്ടിരിക്കുന്നതിനാലാണെന്നും, ആ നീതി സ്വായത്തമാക്കുന്നത് അല്ലെങ്കിൽ രക്ഷകരഗതമാക്കുന്നത് വിശ്വാസം മൂലമാണെന്നും പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. നാം അതില് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസം ഹേതുവായി വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് എന്ന വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാമല്ലോ. ഒരു പ്രാവശ്യം കൂടെ ആ 16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഞാനിവിടെ അത് വായിക്കാം, സമയം നഷ്ടമാകാതിരിക്കാൻ ഞാൻ വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്ക് ഒന്നും കൂടി ഈ ഭാഗം ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. നോക്കൂ, ദൈവസഭയെ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് എന്നുള്ളതായ ഒരു പദം നോക്കുക. രണ്ട് വിശ്വാസം എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ആ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പല വിശ്വാസം എന്ന വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക്. ഒന്നാമത്തെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തു തീർത്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വാട്ട് ഹീസ് ഡൺ ഫോർ അസ്, അതാണ് നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത്. കാരണം മനുഷ്യർക്ക് സ്വന്തമായിട്ട് അവരുടെ നേട്ടങ്ങൾ കൊണ്ടോ അവരുടെ പ്രവൃത്തി കൊണ്ടോ ദൈവസന്നിധിയിൽ നീതീകരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് നമുക്ക് വേണ്ടി ചെയ്തു, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക എന്നതാണ് ഫസ്റ്റ് ഫെയ്ത്ത് എന്നത് അർത്ഥമാക്കുന്നത്. സെക്കൻഡ് ഫെയ്ത്ത്, രണ്ടാമത്തെ ആ വിശ്വാസം എന്ന് പറയുന്നത്, അതായത് വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കാണ്. അതിന്റെ രണ്ടാമത്തെ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വസിച്ചവൻ അവൻ ജീവിച്ച് കാണിക്കണം. നിങ്ങളെന്റെ കൂടെ വരണമേ. ജീവിക്കുന്നതിനുള്ള വിശ്വാസമാണ് ഈ രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പഠനത്തോട് ബന്ധപ്പെട്ട് അത് ഒരു വിശ്വാസി ജീവിക്കുന്നതിനുള്ള വിശ്വാസമാണ്. പൗലോസ് അതാണ് ഹബക്കുക്ക് പറഞ്ഞതായ പദത്തെ എടുത്തു വെച്ച് പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവൻ ജീവിച്ച് കാണിക്കുന്ന വിശ്വാസമാണ്, ജീവിക്കുന്നതിനുള്ള വിശ്വാസമാണ്. നമുക്ക് ഈ പത്രോസിനെ കുറിച്ച് അറിയാം. പത്രോസ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഒരു മുക്കുവനായിരുന്നു അദ്ദേഹം, ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു പത്രോസ്, വിദ്യാവിഹീനനായ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. പക്ഷെ അദ്ദേഹത്തെ കർത്താവ് ഈ മഹത്വമുള്ള ശുശ്രൂഷയിലേക്ക് വിളിക്കുവാനുള്ള കാരണം എന്തെന്നറിയാമോ? ആ കാരണം മറ്റൊന്നുമല്ല, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞ വിശ്വാസം തുളുമ്പുന്ന ഒരൊറ്റ വാചകമായിരുന്നു. അല്ലേ? നോക്കുക ദൈവസഭ, എത്ര മഹത്തകരമായ ഒരു പദമാണ് പത്രോസ് അവിടെ പറഞ്ഞത്. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇതാണ് വിശ്വാസ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് എന്ന് പറയുന്നൊരു പദം. അതായത് നമ്മുടെ വിശ്വാസത്തെ തുളുമ്പിക്കുന്നതായ ഒരു പദമാണ് പത്രോസ് അവിടെ പറഞ്ഞത്. അതായത് കഴിഞ്ഞ രാത്രിയിൽ
ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ അധ്വാനിച്ചു. വി ട്രൈഡ് എ ലോട്ട് ആസ് വി കുഡ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ പരിശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അതിന് നേടുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാക്കുവാനോ ഒന്നും സമ്പാദിപ്പാനോ നേട്ടം കൊയ്യുവാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കണ്ടോ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വല എന്നതിന് സെക്കൻഡറിയും യേശു കർത്താവ് ദൈവം എന്നതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ എന്ത് വിഷയത്തിനും ദൈവമേ നിന്നിലൂടെ ഞാൻ വിജയം കാണും, നീ എനിക്കുണ്ടല്ലോ എന്നുള്ളതായ വിശ്വാസമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നതിന് രണ്ടാമത്തെ വിശ്വാസം അർത്ഥമാക്കുന്നത്. നോക്കുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയുമുള്ളതാകട്ടെ ദൈവസഭ, അത് നന്മയായാലും അത് തിന്മയായാലും, പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും പൈതാഹമാണെങ്കിലും, കാക്കയെ കൊണ്ടും കെരീത്ത് കൊണ്ടും കലത്തിലെ മാവ് കൊണ്ടും തൻ്റെ ഭക്തന്മാരെ പോറ്റുവാൻ കരുത്തനായ ദൈവം എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസബോധ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂലമായാലും അനുകൂലമായാലും അവൻ എന്നെ വഴി നടത്തും എന്നുള്ള ഉറച്ച വിശ്വാസം, ഇതാണ് ജീവിക്കുന്നതിനുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നോക്ക്, ദൈവസഭയെ ഒറ്റപ്പെടലുകളും നിന്ദകളും അപമാനങ്ങളും തിരസ്കരണങ്ങളും മൂർച്ചയുള്ള വാക്കുകളും മുറിപ്പെടുത്തലുകളും ഒക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ അങ്ങനെ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രഭ കെടുത്തുവാൻ നോക്കുമ്പോൾ ഇരട്ടി ബലത്തോടെ നമുക്ക് തിരിച്ചു വരുവാനായിട്ട്, സടകുടഞ്ഞ് എഴുന്നേൽക്കുവാനായിട്ട്, പരിരക്ഷയുടെ സുഖം നൽകുന്ന ഒരു കരം നമുക്കുണ്ടെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. ആ കരം കുറുകിപ്പോകുന്ന കരമല്ലെന്നും അത് കരുത്തനായ കർത്താവിൻ്റെ കരമാണെന്നും ആ കർത്താവ് മുഖാന്തരമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയമെന്നും ഉറച്ചു വിശ്വസിക്കുക. നോക്കുക, കണ്ടോ നമ്മുടെ വിശ്വാസ ജീവിതം പോകുന്ന കണ്ടോ. അപ്പം നമ്മെ നിരാശപ്പെടുത്തുന്നതാകട്ടെ, നിരുത്സാഹപ്പെടുത്തുന്നതാകട്ടെ, അങ്ങനെയുള്ളതായ ക്ഷീണിപ്പിക്കുന്ന അവസരങ്ങളാകട്ടെ, അങ്ങനെയുള്ള അവസരങ്ങളിൽ അടിപതറാതെ നിൽക്കുവാൻ ശക്തി നൽകുന്ന ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ആ ദൈവം എന്നെ കൈവിടുകയില്ല എന്ന ആശ്രയബോധം, കണ്ടോ, അങ്ങനെ വിശ്വസിക്കുന്ന ആശ്രയബോധമുള്ള ജീവിതമാണ് നമുക്ക് വിശ്വാസത്തിന്റെ തുടർഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത്. ആ വിശ്വാസ ജീവിതത്തിന്റെ തുടർഘട്ടം നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പൊ വിശ്വാസ ജീവിതം എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുള്ള ജീവിതമായിരിക്കണം. നോക്കുക ദൈവസഭയെ, സ്തോത്രം. ഈ വാക്ക് നമ്മൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടിച്ചേക്കാം, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തന്നേക്കാം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുള്ള ജീവിതമായിരിക്കാം. നമുക്ക് ഒന്ന് അതിനെ ആഴത്തിലൊക്കെ ഒന്ന് ചിന്തിക്കാം. അതിനൊരു വാക്യം വായിച്ചിട്ട് മുൻപോട്ട് നമുക്ക് പോകണം. ആ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് ഞാനത് പറയുന്നത്. നോക്കുക, ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം എല്ലാവരും എടുത്തു വെക്കണമേ. അത് നിങ്ങളൊന്ന് വായിക്കണം. ആരെങ്കിലും ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി. ജോബ് ചാപ്റ്റർ 9 വേഴ്സ് 2 വായിക്കണം. അത് വായിക്കുമ്പോൾ അതിന്റെ ഉത്തരമാണ് നാം ഇവിടെ കാണുന്ന 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അതിന്റെ ഉത്തരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അതിന്റെ ഒന്ന് വായിച്ചാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. രണ്ടാമത്തെ. അങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാം നിശ്ചയം, ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാവുന്നത് എങ്ങനെ? ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? കണ്ടോ, അപ്പോൾ ആ ഒരു വാചകത്തിന്റെ, ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് റോമാലേഖനം 1:17 കാണുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇയ്യോബിന് കിട്ടിയിട്ടില്ല. സ്തോത്രം. ഇയ്യോബ് അത് ചോദ്യമായിട്ട് ഉയർത്തി, അവിടെ താഴോട്ട് അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് കാണുന്നില്ല. എങ്കിൽ പോലും നോക്കുക, ആ മർത്യൻ ദൈവത്തിൽ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള ഉത്തരം 1:17 നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി നമുക്ക് ലഭ്യമാകുന്നത്? നമ്മുടെ മെറിറ്റിലല്ലെന്ന് ഈ 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? 1:17 വായിക്കുമ്പോൾ നമ്മുടെ നേട്ടങ്ങളാലോ നമ്മുടെ യാതൊരുവിധമായ പ്രവൃത്തിയാലോ അല്ല, നീതി നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിന്റെ ഗ്രേസിലാണ്, അല്ലെ? അതിന് നമ്മുടെ പ്രവർത്തികൾ ആവശ്യമില്ല, പ്രവർത്തി കൊണ്ട് നേടുവാൻ കഴിയുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണമേ. നോക്കുക, വിശ്വാസത്തിന്, അതായത് ഇത് 1-ാമത്തെ വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരണം. 1-ാമത്തെ വിശ്വാസം, അതായത് ദൈവസന്നിധിയിൽ നീതി ലഭിക്കുവാനായിട്ട് പ്രവർത്തി കൊണ്ട് കാര്യമില്ല. മനുഷ്യന്റെ യാതൊരു വിധത്തിലുള്ളതായ കർമ്മമാർഗങ്ങളാൽ ദൈവസന്നിധിയിൽ നീതി നമുക്ക് ലഭിക്കുവാൻ പറ്റത്തില്ല. അതായത് രക്ഷ
പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിക്ക് വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണമേ. നോക്കുക, നമുക്ക് നീതീകരണം ബൈ ഫെയ്ത്തിനാൽ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ അങ്ങനെ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അതായത് രക്ഷിക്കപ്പെട്ടാൽ പ്രവൃത്തി ഉണ്ടെന്ന് സാരം. നോക്കുക ദൈവസഭയെ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒന്നാമത്തെ ആ ഫെയ്ത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് പ്രവൃത്തി വേണ്ട, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടും നമ്മുടെ വിശ്വാസം മതി. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊരു ഭാഗം വായിക്കണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. എഫെസോസ് സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങളും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നോക്കുക, നാം ചെയ്തു പോരേണ്ടതിന് അവൻ മുന്നൊരുക്കിയിരിക്കുന്നു. സൽപ്രവർത്തികൾക്കായിട്ട് അവൻ നമ്മെ സൃഷ്ടിച്ചു. കണ്ടോ? അപ്പൊ നാം വീണ്ടും ജനനം പ്രാപിക്കപ്പെടുന്നത് സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, നീതിപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ പ്രവൃത്തിയുടെ ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടാൽ പ്രവൃത്തിയുണ്ട്. ഈ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നതിനാണ് വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നത്. കണ്ടോ? സ്തോത്രം. അപ്പൊ 17-ാം വാക്യം നിങ്ങളത് നോക്കിയേ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ദൈവനീതി വിശ്വാസത്താലാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ദൈവനീതി വിശ്വാസത്താൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടും സുവിശേഷകന്മാർ ഒട്ടേറെ പേർ അത് അറിയിച്ചിട്ടും ഈ മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്താ ഇത് അംഗീകരിപ്പാൻ പ്രയാസമാകുന്നത്? സഭ, അതിന്റെ കാരണം എന്തെന്നറിയാമോ? മനുഷ്യരുടെ നീതി പ്രവൃത്തിയാലാണ്. മനുഷ്യര് നീതിമാനെന്ന് പറയുവാനായിട്ട് മനുഷ്യരുടെ പ്രവൃത്തി നോക്കിയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ദൈവത്തിന്റെ നീതി വിശ്വാസത്താലാണ് ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ പ്രവൃത്തി നീതിയാലായതുകൊണ്ട് എല്ലാവരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാവരും അതിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ വന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ ഉളവാക്കുന്നതാണ്. But God's righteousness come by faith and manifest works of faith. വിശ്വാസത്താൽ വന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉളവാക്കുക. നോക്കൂ സഭ, ഇവിടെയാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു ചിന്ത പരാജയപ്പെടുന്നത്. യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ചിന്ത എന്താണ്? സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ മതി, പിന്നെ പ്രവൃത്തിയുടെ ആവശ്യമില്ല. ഇതാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ചിന്ത. ഒരിക്കൽ വിശ്വസിച്ചാൽ മതി, പിന്നെ പ്രവർത്തിക്കൊന്നും വേണ്ട. കാരണം കർത്താവ് ഒരിക്കലായിട്ട് അങ്ങ് മരിച്ചു, അതുകൊണ്ട് ഇനി പാപം ചെയ്താലും പ്രശ്നമില്ല. ഇതാണ് യൂണിവേഴ്സലിസം. പക്ഷെ നോക്കുക, ഇവിടെ ഈ എഫെസോസ് സഭയോട് എഴുതിയ, അല്ലെങ്കിൽ ഈ എഫെസ്യ ലേഖനം 2-8-9 വാക്യങ്ങളിൽ 9-10 വാക്യങ്ങളിൽ യൂണിവേഴ്സലിസം തകരപ്പെടുകയാണ്. കാരണം നീതി വിശ്വാസത്താൽ, രക്ഷ വിശ്വാസത്താൽ. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ പിന്നീട് ഉളവാക്കണമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം അതിനാധാരമായിട്ട് ഒന്ന് വായിക്കണം. നമ്മൊരു ഉറപ്പിന് വേണ്ടി ഒന്ന് വായിക്കണം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തീർക്കേണ്ടതിന്. കണ്ടോ? അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? അവൻ സൽപ്രവർത്തി ചെയ്യണം. അപ്പൊ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് മതിയോ? ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. ഒന്ന്, നാം നീതീകരിക്കപ്പെടുന്നതിന്. 2, വിശ്വാസപ്രകാരം ജീവിക്കുന്നതിന്. ഈ വിശ്വാസം പ്രവൃത്തി ഉളവാക്കേണ്ട വിശ്വാസമാണ്. അത് സൽപ്രവർത്തികളെയാണ് കൊണ്ടുവരേണ്ടത്. തീത്തോസിന്റെ ലേഖനത്തിൽ പറയാ,
സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമാകണം. സൽപ്രവർത്തികൾ ചെയ്യാൻ അതീവ തൽപരത നമുക്കുണ്ടാകണം. മന്ദതയാലല്ല, മയക്കങ്ങളാലല്ല, ഉദാസീനതയാലല്ല, അത് ശുഷ്കാന്തിയോടുകൂടെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് റോമയിലെ സഭയോട് തന്നെ പൗലോസ് 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കണ്ടോ, രക്ഷിക്കപ്പെട്ട സഭയോടെ പറയാം, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരെ. ഒട്ടേറെ വാക്കുകൾ എനിക്ക് ഓക്സിലറീസ് ആയിട്ട് എനിക്ക് തരാനുണ്ട്, പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നില്ല കേട്ടോ. നോക്കുക, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സഭ. രക്ഷിക്കപ്പെട്ടാൽ പിന്നെ പ്രവൃത്തിയുണ്ട്. സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ, നീതി ലഭിക്കുവാൻ നമുക്ക് പ്രവൃത്തി വേണ്ട, വിശ്വാസം മതി. പ്രവൃത്തി ആവശ്യപ്പെടുന്നത് ന്യായപ്രമാണമാണ്. അതായത് രക്ഷിക്കപ്പെടാൻ, നീതി ലഭിക്കുവാൻ പ്രവൃത്തി ആവശ്യപ്പെടുന്നത് ന്യായപ്രമാണം. പക്ഷെ നമുക്ക് വന്നത് ന്യായപ്രമാണം കൂടാതെയുള്ള നീതിയാണ്. ന്യായപ്രമാണ പ്രകാരമുള്ള നീതിയല്ല നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. സ്തോത്രം. നമ്മളെന്താ, വിത്തൗട്ട് ലോ ഈസ് മാനിഫെസ്റ്റഡ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. റൈച്ചസ്നെസ് ഓഫ് ഗോഡ് വിത്തൗട്ട് ദ ലോ ഈസ് മാനിഫെസ്റ്റഡ് ആണ്. അത് ഫിലിപ്പിയ ലേഖനം 3:9 നമ്മളത് കാണുന്നുണ്ട്. ന്യായപ്രമാണം കൂടാതെയുള്ള നീതി നമുക്ക് ലഭ്യമായിരിക്കുന്നു. നോക്കുക, ഇവിടെയാണ് ഇയ്യോബിന്റെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ വന്നത്. മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. സഭയെ വിശ്വസിച്ചവൻ, അല്ല രക്ഷിക്കപ്പെട്ടവൻ, അവൻ പ്രവൃത്തിയും ചെയ്യണം. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമുക്കൊന്ന് മുൻപോട്ട് പോകാം, ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ മുൻപോട്ട് പോകാം. ഞാൻ ചോദിക്കട്ടെ സഭയെ, ഇന്ന് വിശ്വാസ ജീവിതം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ജീവിതവും നമുക്കുണ്ടോ? നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ, അല്ലെ? നമ്മുടെ ജീവിതം മാനസാന്തര വിശ്വാസ ജീവിതമാണ്. അനുതാപം അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ്. മാനസാന്തര വിശ്വാസ ജീവിതം, മാനസാന്തരം പ്ലസ് വിശ്വാസം പ്ലസ് ജീവിതം. അങ്ങനെയുള്ള ജീവിതമാണ് നമ്മുടെ വിശ്വാസ ജീവിതം. എന്താണ് മാനസാന്തര വിശ്വാസം? അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച സന്ദേശം എടുത്തപ്പോൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. വ്യക്തി ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞ് വിശ്വസിക്കുന്നതാണ് അനുതാപ അല്ലെങ്കിൽ മാനസാന്തര വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തി 20-21 കാണുന്നത് റിപ്പന്റൻസ് ടുവേർഡ് ഗാഡ്. അത് അന്ന് നമ്മൾ പഠിച്ച കാര്യം, അന്ന് പറഞ്ഞ കാര്യമാണ്. പോകുന്ന വഴിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു മനുഷ്യന്. എന്താ തിരിച്ചറിവ്? താങ്കളുടെ വഴി തെറ്റി എന്ന്. ആ ഘട്ടത്തിൽ ആ മനുഷ്യൻ മുമ്പോട്ട് തന്നെ പോകുക എന്ന് വെച്ചാലോ, ആ ഘട്ടത്തിൽ 180 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് യഥാർത്ഥ വഴിയിലെത്തുന്നതാണ് മാനസാന്തരം. തിരിച്ചു വരിക, 180 ഡിഗ്രിയിൽ തിരിച്ചു വരിക. തിരിച്ചറിവല്ല മാനസാന്തരം, തിരിച്ചു വരവാണ് മാനസാന്തരം. അന്ന് നമ്മൾ പ്രൊഡിഗൽ സണ്ണിന്റെ കാര്യം പറഞ്ഞു, അല്ലേ? തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അപ്പന്റെ വീട്ടിലേക്ക്, അപ്പന്റെ അടുത്തേക്ക് തിരിച്ചെത്തി. അതാണ് മാനസാന്തരം, അല്ലെ സഭയെ? എല്ലാ വഴികളും യാത്രക്കാരന്റെ ലക്ഷ്യത്തിലേക്കുള്ളതാണോ? അല്ല. ആ പോകുന്ന വഴിയൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതല്ല. പോകുന്ന വഴിക്ക് ഒരുപാട് വഴികൾ കാണും. എന്നാ പിന്നെ ഈ വഴി കൂടെ ഒക്കെ പോയി ഞാൻ ഇന്ന സ്ഥലത്ത് എത്താമെന്ന് വിചാരിച്ചാലോ ദൈവസഭയെ? എല്ലാ വഴിയും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതല്ല. നോക്കുക സഭയെ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്നാൽ നാം തിരിച്ച് ദൈവത്തിങ്കിലേക്ക് എത്തുന്നതാണ് റിപ്പന്റൻസ് ടുവേർഡ് ഗാഡ് എന്ന് പറയുന്നത്. സ്തോത്രം. ഇതാണ് മാനസാന്തര വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുക. പിന്നെ ഞാനൊരു ദൃഷ്ടാന്തം ഒന്ന് കാണിക്കാം. അതിന് നിങ്ങൾ യെഹെസ്കേലിന്റെ പ്രവചനം ഒന്ന് എടുക്കണം, ഒന്ന് വായിച്ച് മുൻപോട്ട് പോകാം. ഈ ഭാഗം 18-ാം അധ്യായം 30 മുതൽ 32 വരെ. യെഹെസ്കേൽ ചാപ്റ്റർ 18 വേഴ്സ് 30 to 32. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, യെസ്, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന്
യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഒന്ന് ശ്രദ്ധിക്കണമേ, അവനവന്റെ വഴി. ഇനി അടുത്തത്, അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞു നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ട് തിരിയുവീൻ. മനം തിരിയുക, റിപ്പന്റന്റിന്റെ അനുഭവം വരിക, വിട്ട് തിരിയുക, അതിനെ ഉപേക്ഷിച്ചിട്ട് തിരിയുക, ടേൺ ചെയ്യുക. കണ്ടോ? അടുത്തത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവീൻ. ത്രൂ ഔട്ട്. അടുത്തത്, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും ഒരു പുതിയ ഹൃദയം. അടുത്തത്, പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. കണ്ടോ ദൈവസഭയെ? ഇതാണ് മാനസാന്തരത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. ഒരുവന്റെ യാത്ര, ഒരുവൻ അവന്റെ സാധാരണ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്ന യാത്ര, അതിനകത്ത് അവനൊരു ബോധ്യം വരുന്നു, നീ പോകുന്നത് വഴിതെറ്റാണ്, നീ പാപ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, നീ തിരിച്ച് വരണം, നീ തിരിച്ച് വരണം. അത് മാനസാന്തരത്തിന്റെ അനുഭവം. അത് തിരിച്ചു വന്ന് നീ അങ്ങനെ തിരിച്ചു വന്നാൽ, നിന്റെ പാപ വഴിയുടെ ഉപേക്ഷിച്ചിട്ട് നീ മടങ്ങി വന്നാൽ, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരും, ഞാൻ നിനക്കൊരു പുതിയ ആത്മാവിനെ തരും. കണ്ടോ? പിന്നെ നമ്മള് അതിൻ പ്രകാരമുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, സൽപ്രവർത്തികളുടെ ജീവിതം. ദൈവസഭ, ഇതാണ് മാനസാന്തരം. മാനസാന്തരം ഒരുവന്റെ ലൈഫിലുണ്ടായാൽ പഴയപടിയുള്ള ചിന്തയല്ല അവന്റെ. കാരണം അവന് പുതിയ ഹൃദയം ദൈവം കൊടുക്കുക, പുതിയ ആത്മാവിന് ദൈവം അവന് വേണ്ടി കൊടുക്കുകയാണ്. അസ്ഥിരമായ ജീവിതം പിന്നീട് അവൻ അങ്ങോട്ട് ജീവിച്ച് മുൻപോട്ട് പോകുകയാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കണ്ടോ? ഇതാണ് മാനസാന്തര വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് പോളിനുണ്ടായ മാനസാന്തരം. അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായ മാനസാന്തരം അതായിരുന്നു. ദൈവസഭയെ, ആരായിരുന്നു പോള്? നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നതാണ്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് നിഷ്ഠൂരനായി ജീവിച്ച മനുഷ്യൻ. ക്രിസ്തുമാർഗക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി യെരുശലേമിൽ വിചാരണയും വിസ്താരണവും നടത്തി ഉഴുതുമറിക്കുന്ന മനുഷ്യൻ. അധികാരത്തിന്റെ പത്രവും കയ്യിലെന്തിക്കൊണ്ട് ആയിരക്കണക്കിന് ദൈവജനത്തിന്റെ ശരീരത്തിനും മനസ്സിനും മുറിവേൽപ്പിച്ച മനുഷ്യൻ. സ്തേഫാനോസ് അടക്കമുള്ള അഭിഷക്തന്മാരുടെ ജീവനെടുക്കുവാൻ ആലോചിച്ചാക്രമിച്ച് കിരാതകൃത്യം നടത്തുന്ന യഹൂദ മത തീവ്രവാദിയായ മനുഷ്യൻ. ഗമാലിയേലിന്റെ കാൽക്കീഴയിരുന്ന് തോറയും മിഷ്ണയും തൽമൂദുകളും കരമതമാക്കി മനുഷ്യൻ. അദ്ദേഹത്തെ തന്നെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ജനനം സംബന്ധിച്ച് റോമൻ പൗരത്വമുള്ളവൻ. ഒരിക്കൽ അധികാരത്തിന്റെ പത്രവും ഏന്തിക്കൊണ്ട് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. തൽക്ഷണം നിലത്ത് വീണ അവനോട് ഒരു ശബ്ദം പുറപ്പെട്ടു: ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആ ശബ്ദം അവനോട് അങ്ങനെ ചോദിച്ചപ്പോൾ, നീ ആരാകുന്നു കർത്താവ് എന്ന് തിരിച്ചു പറയിപ്പിച്ച ദൈവപ്രവർത്തിക്ക് മുമ്പിൽ വിനീത വിധേയരായി തീർന്നുകൊണ്ട് അധികാരപത്രങ്ങളെ കാറ്റിൽ പറത്തി, മതഭേദാവിത്വ ദംശനങ്ങളെ തിരസ്കരിച്ച്, പാരമ്പര്യവാദങ്ങളെ പരിത്യജിച്ചുകൊണ്ട്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നായിരുന്നില്ല, അത് ദൈവത്തിങ്കിലേക്കുള്ള തന്റെ മാനസാന്തരമായിരുന്നു. എത്ര മനോഹരമായൊരു ചിത്രമാണ് മാനസാന്തരത്തിന്റെ ചിത്രം. ആക്രോശിച്ചു വരുന്നവനെ ആരാധനക്കാരനാക്കി തീർക്കുന്ന വിശ്വാസമാണ് മാനസാന്തര വിശ്വാസം. അടിച്ചു മുടിച്ചടിമയാക്കുവാൻ വരുന്നവനെ ക്രിസ്തുവിന്റെ ദാസനാക്കി തീർക്കുന്നതാണ് മാനസാന്തര വിശ്വാസം. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വയത്തിന്റെയും ജഡത്തിന്റെയും യാത്രകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ദൈവിക ദൗത്യ പ്രചാരകത്തിലെ ആ കർമ്മയോഗിയാക്കി മാറ്റുന്ന വിശ്വാസം, അത് ദൈവത്തിങ്കിലേക്കുള്ള തന്റെ അനുതാപ വിശ്വാസമായിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വർധനവ് പ്രാപിക്കുന്നവനാണ് വിശ്വാസി. സഭയെ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എന്നാൽ ഇന്നെങ്ങനെയാ ചിത്രം? ഇന്നെങ്ങനെയാ ആത്മീയഗോളം? നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും
നീ മരിച്ചവനാകുന്നു എന്ന് പറയപ്പെട്ട സർദി സഭയെ പോലെ ലേബലിൽ മാത്രം വിശ്വാസിയായി അറിയപ്പെട്ട് വിവിധ സ്ഥാനങ്ങളിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ട് സഹവിശ്വാസിയുടെയും സഹശുശ്രൂഷകന്റെയും നേരെ പഴിയും ദുഷിയും നിന്ദകളും അപമാനങ്ങളും വാക്കേറ്റങ്ങളും വാക്കുതർക്കങ്ങളും വേണ്ടി വന്നാൽ വാൾപ്പയറ്റും നടത്തുവാൻ മടിയില്ലാത്ത ഇക്കൂട്ടർക്കോ പേര് വിശ്വാസി എന്ന് സഭയെ. തല മുതൽ വാല് വരെ എന്ന അർത്ഥത്തില് കേന്ദ്രം മുതൽ ലോക്കൽ ചർച്ച് വരെ അനാത്മികതയുടെ രാഷ്ട്രീയ കളം വരച്ചിട്ട് ഇന്നലെ സ്നാനപ്പെട്ട കൗമാരക്കാരനെയും കൂട്ടി സ്ഥാനമാനങ്ങൾ കാട്ടി തലപ്പത്തിരിക്കുന്നവന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ കോമരമാക്കി മാറ്റുന്ന ഇക്കൂട്ടർക്കാണോ പേര് വിശ്വാസി? എന്തൊരു പോക്കാണല്ലേ ആത്മീയോളത്തിന്റെ. പേരിനും പെരുമയ്ക്കും പെരുമറ കൊട്ടി ഘോഷിക്കുന്ന ജാതീയ സംസ്കാരങ്ങളെ തോൽപ്പിക്കും വിധത്തില് പാരമ്പര്യമെന്നും പഴമക്കാരെന്നും പത്തരമാറ്റെന്നും പറഞ്ഞുകൊണ്ട് കല്യാണമായാലും കൺവെൻഷനായാലും കാത്തിരിപ്പ് യോഗമാണെങ്കിലും സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്നവന്റെ പേരോ വിശ്വാസി? കഴിഞ്ഞിട്ടില്ല സഭയെ. ഒരു ടേം കഴിയുമ്പോൾ സഭാശുശ്രൂഷകന്മാരുടെ സ്ഥലമാറ്റം നിവർത്തിക്കപ്പെടും. ആ ഘട്ടത്തിൽ ആലയത്തിന്റെ വലിപ്പം നോക്കിയും ആളുകളുടെ തലയെണ്ണിയും അവിടുത്തെ സാമ്പത്തികം നോക്കിയും മാത്രം സഭാചാർജിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരോ വിശ്വാസി? സ്തോത്രം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ആർക്കോ വേണ്ടി ആരാധനയും അതിന്റെ ക്രമങ്ങളും മാറ്റി ആലയത്തിന്റെ ഉള്ളിൽ ജാതീയ സമ്പ്രദായങ്ങളുടെ ആവിഷ്കാരം നടത്തി കാൽവറിയിലെ ഊഷ്മളമായ സ്നേഹത്തെ നെഞ്ചോട് ചേർക്കാതെ ബറാബാസിനെ വിട്ടുകിട്ടിയവരുടെ ആഹ്ലാദത്തിമർപ്പ് പോലെ ആത്മീയതയെ വികലമാക്കുന്നവരുടെ പേരാണോ വിശ്വാസി? വിശ്വാസി വിശ്വാസിയായിരിക്കണം. വിശ്വാസി ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. വിശ്വാസി വിശ്വാസത്തിന്റെ വർധനവ് പ്രാപിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസിയുടെ പ്രവൃത്തി തീഷ്ണതയുള്ള പ്രവൃത്തിയായിരിക്കണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി ആത്മീകമായി ആത്മാവിൽ എരിവുള്ളതായിരിക്കണം. വിശ്വാസി ഉയർന്ന തലങ്ങളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കണം. ഹബക്കുക്ക് പറഞ്ഞതായ പദം പൗലോസ് ചേർത്ത് വെച്ച് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. ആമേൻ. ദൈവസഭയെ നോക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. കൊരിന്ത് ലേഖനം പഠിക്കുമ്പോൾ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്, വിശുദ്ധന്മാര് ഭൂമിയെ വിധിക്കും, വിശുദ്ധന്മാർ ദൂതന്മാരെയും വിധിക്കും. കണ്ടോ? ഭാവിയിൽ നടക്കപ്പെടുവാനുള്ള നടക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണിത്. വിശുദ്ധന്മാര് ഭൂമിയെ വിധിക്കും, വിശുദ്ധന്മാര് ദൂതന്മാരെ വിധിക്കും. നമുക്കറിയാം നമ്മുടെ സൃഷ്ടിപ്പ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയിട്ടാ, ദൂതന്മാരെക്കാൾ താഴ്ന്ന അവസ്ഥയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെക്കാളും ജ്ഞാനത്തിൽ കുറവുള്ളവരായിട്ട് സൃഷ്ടിപ്പിൽ അവരെക്കാളും താഴ്ന്ന അവസ്ഥയില്ല. പക്ഷെ നമ്മൾ ദൂതന്മാരെ വിധിക്കാൻ പോവുക, നമ്മൾ ഭൂമിയെ വിധിക്കാൻ പോവുക. പക്ഷെ അത് വിധിക്കണമെങ്കിൽ നമുക്ക് അതിന് തക്കമുള്ള യോഗ്യത ഭൂമിയിൽ ഉണ്ടായിരിക്കണം. കൃപയാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെട്ടതിന്റെ പ്രവൃത്തി നമുക്ക് ഉണ്ടായിരിക്കണം. വിശ്വാസി വിശുദ്ധനായിരിക്കണം. അവൻ വിശ്വാസത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നോക്കുക സഭയെ, നമുക്കിനി അവിടെ നിന്ന് മുൻപോട്ട് പോകാം. അല്ലെങ്കിൽ 16-17 വാക്യങ്ങൾ അല്ലെങ്കിൽ അത് തീരത്തില്ല. നോക്കുക സഭ, ഇനി ആ വാക്യത്തിൽ കാണുന്ന മറ്റൊരു പദമുണ്ട്. അതെന്ന് അറിയാമോ? സ്തോത്രം. ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളണേ, ആദ്യം യഹൂദൻ പിന്നെ യവനൻ. എന്റെ കൂടെയുണ്ടോ? എന്തുകൊണ്ടാണ് യഹൂദൻ അവിടെ മുൻഗണന? വിശ്വസിക്കുന്ന ഏവനും എന്ന് പറഞ്ഞിട്ട് ആദ്യം യഹൂദൻ പിന്നെ യവനൻ. വൈ? എന്താ യഹൂദന് മുൻഗണന? ഞാനിത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൊണോളജിക്കലിയാണ് അവർക്ക് മുൻഗണന എന്ന്. ക്രൊണോളജിക്കലി അവർക്ക് മുൻഗണനയുണ്ട്, അത് ശരി തന്നെ, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എന്നാൽ 1-2 ഭാഗങ്ങൾ വായിച്ചാൽ ക്രൊണോളജിക്കലി അവർക്ക് മുൻഗണന വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഭാഗം ഒന്ന് വായിക്കാം അല്ലെ? മത്തായി സുവിശേഷം 10-ാം അധ്യായം ഒന്ന് എടുത്തേ. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 5 and 6 ഒന്ന് വായിച്ചാട്ടെ.
മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യം. യേശു പറഞ്ഞ ഒരു വാക്ക് നമുക്ക് മനസ്സിലാക്കാം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ബ്രദർ ഗ്ലാഡ്സന് ക്ലിയർ ആയോ ആ വാക്യത്തിൽ നിന്ന് യേശു എന്താ ഉദ്ദേശിച്ചെന്ന്? നിങ്ങൾ ഒന്നുകൂടി വായിച്ചാട്ടെ, വേണമെങ്കിൽ അത് ഒന്നുകൂടി വായിച്ചാട്ടെ, ക്ലിയർ ആവും. അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുകയും. അപ്പൊ യേശു ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അതായത് യഹൂദിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ദൈവസഭയെ ആദ്യം യഹൂദൻ എന്ന് പറയുന്നതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് ദയർ ലോസ്റ്റ് ഷീപ്പ്. അവര് കാണാതെ പോയ ആടുകളായിരുന്നു ഇസ്രായേൽ ഗ്രഹത്തിന്റെ. അതിനാലാണ് ആദ്യം ഓഫർ അവരോട് പറയണമെന്ന് പറയുന്നത്. യേശു ജനിക്കുമ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ലോകത്തിന്റെ യേശു ലോക രക്ഷകനാണ്. സ്തോത്രം. അത് നമ്മൾ ലോകരക്ഷകൻ എന്നുള്ള പദമൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നോക്കുക, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെ ശമര്യരിലും അടുക്കൽ പോകാതെ ഒക്കെ ജാതികളാണ്. നിങ്ങൾ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ യഹൂദനോട് ആദ്യം സുവിശേഷം പറയണമെന്ന് പറഞ്ഞാൽ അവർ നഷ്ടപ്പെട്ട ആടുകളായിരുന്നു. അതുകൊണ്ടാണ് ഒരർത്ഥം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ റോമാലേഖനം തന്നെ 3:1-2 വായിച്ചു നോക്കി. അവിടെ ഒരു കാര്യം കൂടി കാണാം. വായിച്ചാണ്ട്. ഈ ക്രൊണോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തെ വേറെ കുറെ ഭാഗങ്ങളും ചിന്തിക്കുന്ന നല്ലതാണല്ലോ. പൗലോസ് തന്നെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു. 3:1-2. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? യഹൂദൻ എന്താ വിശേഷതയുള്ളത്? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. സകല വിധത്തിലും ഉണ്ട്, വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഒറാക്കിൾസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അരുളപ്പാട് അവർക്ക് ലഭിച്ചിരിക്കുന്നവരാ. കണ്ടോ, ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാട് അവർക്ക് ലഭിച്ചവരാണ്. 2 ഭാഗങ്ങൾ ഇപ്പൊ കണ്ടു നമ്മൾ. 1, അവർ നഷ്ടപ്പെട്ട ആടുകളാണ്. 2, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് ഉണ്ടായിരുന്നവരാണ്. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് ഇവിടെ മുൻഗണനയുണ്ട്. ക്രൊണോളജിക്കലി എന്നുള്ളത് ഞാൻ തള്ളിക്കളയുന്നില്ല കേട്ടോ. പക്ഷേ പ്രാധാന്യം ഇപ്പുറത്ത് വേറെ കിടക്കുന്നുണ്ടെന്നേ ദൈവസഭയെ. എന്നാൽ സുവിശേഷം അവരോട് പറയുവാൻ അപ്പോസ്തലന്മാര് പോയി. പക്ഷെ എന്ത് സംഭവിച്ചു? 13:46 വായിക്കണം. ആക്ട്സ് ചാപ്റ്റർ 13:46. അപ്പോസ്തല പ്രവൃത്തി 13:46 വായിച്ചാട്ടെ. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. ആദ്യം നിങ്ങളോട് ദൈവവചനം പറയുവാൻ ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു. കണ്ടോ, അപ്പം ജാതികളുടെ അടുത്തേക്ക് സുവിശേഷം വരികയാ. അവരതിനെ തള്ളി. അവർക്ക് വേണ്ടെന്ന് യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ. സുവിശേഷം അവരോട് പറയുമ്പോൾ അവരതിനെ റിജക്റ്റ് ചെയ്തു, അവരതിനെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. എന്നാൽ ആ സുവിശേഷം നമുക്ക് ലഭ്യമാകുകയാണ്. അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി. എന്നാൽ സഭയെ നോക്കുക, ആദ്യം യഹൂദൻ, പിന്നെ യവനൻ. യവനൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ജാതിയ. യഹൂദനല്ലാത്തവരൊക്കെ ലോകത്തിൽ ജാതീയരാണ് കേട്ടോ. നമ്മളൊക്കെ ജാതീയ വിഭാഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാ. യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കൈവന്നിച്ച് ഒന്ന് കാണട്ടെ. ആരുമില്ല. യഹൂദന്മാരല്ലാത്തവരെയൊക്കെ ബൈബിൾ പറയുന്നത് ജാതികളെന്നാ. സ്തോത്രം. എന്നാൽ ഇന്നവരാരാണ്? രക്ഷിക്കപ്പെടാത്ത യഹൂദനും രക്ഷിക്കപ്പെടാത്ത ജാതിയും ഇന്ന് ആരാണ്? അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് വായിച്ച റോമൻ ചാപ്റ്റർ 3:9 വായിച്ച്. അവരിന്ന് ആരാണ്?
രക്ഷിക്കപ്പെടാത്ത, നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? രക്ഷിക്കപ്പെടാത്ത യഹൂദനും രക്ഷിക്കപ്പെടാത്ത ജാതികളും ഇന്ന് ആരാണ്? കാരണം അവര് യേശുവിനെ തള്ളി. ഇന്ന് അവരാരാ? റോമർ 3:9. ആകയാൽ എന്ത് നമുക്ക് വിശേഷത ഉണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരേപോലെ പാപത്തിന്റെ കീഴിലാകുന്നു എന്ന് നാം മുമ്പേ ഇപ്പൊ അവര് ഒരുപോലെയാ. രക്ഷിക്കപ്പെടാത്ത യഹൂദനാകട്ടെ രക്ഷിക്കപ്പെടാത്ത ജാതിയാകട്ടെ രണ്ടും ഒരുപോലെ പാപത്തിന്റെ കീഴില. ഇപ്പൊ അവർക്ക് വലിയ മേന്മയൊന്നുമില്ല. സ്തോത്രം. എന്നാൽ മേന്മയുള്ളത് ആർക്കാ? അത് റോമാലേഖനം 9-ാം അധ്യായം 22 മുതൽ 24 വരെ ഇടയ്ക്ക് ഞാൻ വായിപ്പിക്കാനുള്ളൊരു വാക്യങ്ങളാണത്. അത് വായിക്കണം കേട്ടോ. രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതിയും ഇന്നാരാണ്? വായിച്ചാട്ടെ. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും. നാം കരുണാപാത്രങ്ങളാണ്, വെസൽസ് ഓഫ് മേഴ്സിയാണ്. ആരൊക്കെയാ? രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതിയും ഇന്ന് ചർച്ച് ഓഫ് ഗോഡാ. അല്ലാൽ രക്ഷിക്കപ്പെട്ട യഹൂദൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ യഹൂദനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് അവൻ സഭയാണ്, അവൻ യേശുവിനാണ് അറിയപ്പെടേണ്ടത്. രക്ഷിക്കപ്പെട്ട ജാതിയൻ, ഇപ്പൊ രക്ഷിക്കപ്പെട്ട ജാതി എന്ന് പറയാം ഞാൻ ഇന്ന വിഭാഗമായിരുന്നു പണ്ട് കാര്യമില്ലെന്നേ. അവൻ അത് പറഞ്ഞുകൊണ്ടിരുന്ന അവനിൽ എന്താ? അവൻ മാനസാന്തരപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതിയും അവൻ കരുണാപാത്രമാണ്, ദൈവസഭയാ. ഇവർ രണ്ടുപേരും ഒരേ കാറ്റഗറിയില്ല. രക്ഷിക്കപ്പെടാത്ത യഹൂദനും രക്ഷിക്കപ്പെടാത്ത ജാതിയും ഒരേ കാറ്റഗറിയിൽ, കാരണം പാപത്തിന്റെ കീഴിൽ. രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതിയും ഒരേപോലെ. അങ്ങനെ അവൻ ദൈവസഭ. കണ്ടോ? സ്തോത്രം. അപ്പൊ ദൈവസഭയെ സുവിശേഷം വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് ദൈവശക്തിയായി മാറുക. എങ്ങനെ? രക്ഷയ്ക്കായി ദൈവശക്തി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഡുനാമിസിനോട് ബന്ധപ്പെട്ട് തകർക്കുന്ന ഡുനാമിസ് അല്ല, നശിപ്പിക്കുന്ന ഡുനാമിസ് അല്ല, അത് രക്ഷപ്പെടുത്തുന്ന സ്ഫോടനമാണത്. പൗലോസിന്റെ തന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്കറിയാം അല്ലേ? പൗലോസ് നിഷ്ഠൂരനും ഉപദ്രവിയുമായിരുന്ന പൗലോസ്. ആ പൗലോസിന്റെ ഡുനാമിസാണ്, ദൈവശക്തിയാണ് അവനെ ആരാക്കിയത്? പുതിയ മനുഷ്യനാക്കി തീർത്തത്. നോക്കുക, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുകയാണ്. സ്തോത്രം. നോക്കുക ദൈവസഭയെ, ഞാനിന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ ഒരുക്കപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് ഈ ഭാഗം നിർത്താം കേട്ടോ. ചില ഭാഗങ്ങളൊന്ന് ആഡ് ചെയ്യാം. നീതി ലഭിച്ച വ്യക്തിയുടെ ഫലം എന്തെന്നറിയാമോ? അതായത് നീതീകരണം സംഭവിച്ച വ്യക്തിയുടെ ഫലം അല്ലെങ്കിൽ അനന്തരഫലം, അത് റോമാലേഖനം 5:1 പറയുന്നുണ്ട്, ദൈവത്തോട് സമാധാനമെന്ന്. വി ഹാവ് പീസ് വിത്ത് ഗാഡ്. മനസ്സിലായോ? ദ റിസൾട്ട് ഓഫ് എ പേഴ്സൺ ഹു ഗോട്ട് റൈച്ചസ്നെസ്. അതെന്താ? പീസ് വിത്ത് ഗോഡ് ആണ്. ദൈവത്തോട് സമാധാനമാണ് അവനുണ്ടായിട്ടുള്ളത്. അതായത് യേശുക്രിസ്തു മൂലമുള്ള നീതിയ നമുക്ക് ദൈവസന്നിധി നിൽപ്പാൻ യോഗ്യത ലഭിച്ചു. അതുവരെ മനുഷ്യൻ മറ്റ് പലതിനും മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:9 ഒരു വിളി നമുക്കറിയാം. ദൈവം വന്ന് മനുഷ്യനെ വിളിക്കുന്നുണ്ട്, നീ എവിടെയെന്ന്. മനുഷ്യ, നീ എവിടെ? സ്തോത്രം. അന്ന് ആദ്യമായിട്ടാണ് മനുഷ്യൻ താൻ കണ്ടുപിടിക്കപ്പെടുമോ എന്നൊരു ഭയം അവനിൽ ഉണ്ടാകുന്നത് അല്ലേ? ആദ്യമായിട്ട് അയ്യോ എന്നെ കണ്ടുപിടിക്കപ്പെടുമോ? പണ്ട് സ്കൂളിൽ കുട്ടികള് ഹോംവർക്ക് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് അടിക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ മറഞ്ഞു നിൽക്കുന്നവരെ പോലെ. സ്തോത്രം. എന്നെ ദൈവം കണ്ടുപിടിക്കുവോ എന്ന് പറഞ്ഞ് മനുഷ്യൻ വൃക്ഷത്തിന്റെ മറവിന് ഒളിച്ച പ്രകാരം. കാരണം എന്താ? അവന്റെ പാപമായിരുന്നു. അവന് ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാൻ പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ അവൻ എത്തുവാൻ കഴിയുന്നില്ല, അവന്റെ പാപം. ഇവിടെയാണ് യോഹന്നാൻ 3:20 പ്രസക്തമാകുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുകയാണ്. തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. തിന്മ പ്രവർത്തിക്കുന്നവനെ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റത്തില്ല. അവൻ മറ്റെന്തിനോ ഒക്കെ മറിഞ്ഞു നിൽക്കുകയാണ്. നോക്കുക സഭയെ, അങ്ങനെ ഏതനിൽ നഷ്ടപ്പെട്ട മനുഷ്യനെ അല്ലേ, ഏതനിൽ അവൻ എവിടെ മറഞ്ഞു നിൽക്കുക, അകലം പാലിച്ചു പോയി.
അങ്ങനെ ഏതെങ്കിലും നഷ്ടപ്പെട്ട മനുഷ്യനെ യേശുക്രിസ്തു ക്രൂസിൽ കണ്ടെത്തുകയാണ്. ഹി ഫൗണ്ട് us on cross. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കണ്ടോ, മറ്റെന്തിനോ ലോകം മറിഞ്ഞിരിക്കുകയായിരുന്നു. മനുഷ്യന് പാപം കൊണ്ട് ദൈവത്തിൽ എത്തുവാൻ കഴിയാതെ മറിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ മറിഞ്ഞിരുന്ന മനുഷ്യനെ ദൈവത്തിൽ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് നിർത്തേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് പാപമാക്കി മാറ്റി. അവൻ ക്രൂശിൽ വെച്ച് നമ്മെ കണ്ടെത്തി. മറന്നു നിൽക്കേണ്ടവനല്ല, ഇനി ക്രിസ്തു മുഖാന്തരം പിതാവിന്റെ മുൻപിൽ നിൽക്കുവാൻ നിന്നെ നീതിയുള്ളവനാക്കി തീർക്കുക. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. We have peace with God. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഉറച്ച മനസ്സോടെ ഉറച്ച ശബ്ദത്തിൽ നമുക്ക് പറയുവാൻ കഴിയട്ടെ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരകൻ അത് യേശുക്രിസ്തു മാത്രമാണ്. അവൻ നമ്മെ സകലവിധമായ അതിക്രമങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ്. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭയെ, ഈ സന്ദേശം ഞാൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുണ്ട്. നോക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ സമ്പന്നനായിരുന്നിട്ട് തന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നനാകേണ്ടതിന് നാം നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നാം അറിയണം. നോക്കുക, നാം പാപത്തിന്റെ ചേറ്റിലായിരുന്നു. ഏതോ ഒരു വൃക്ഷത്തിന്റെ മറഞ്ഞു നിൽക്കും പ്രകാരം മറ്റെന്തിനോ മറഞ്ഞു നിന്നുകൊണ്ട്, ന്യായപ്രമാണത്തിനൊക്കെ മറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിച്ചു, ദൈവത്തിൽ നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചു. പക്ഷേ ന്യായപ്രമാണം മുഖാന്തരമല്ല, സ്തോത്രം, ന്യായപ്രമാണം കൂടാതെയുള്ളതായ നീതി ദൈവം നമുക്ക് തന്നു. അത് തന്റെ സ്വന്തം പുത്രനെ തന്നെയാണ് നമുക്ക് നൽകിയത്. ഇന്ന് രാത്രി ഈ വചന പഠനത്തിലൂടെ അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ.